ചോദിച്ചത് മുഖ്യമന്ത്രിക്കെതിരായി എന്ത് നടപടി സ്വീകരിച്ചു, അത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് കണ്ടില്ലല്ലോ എന്നാണ്. അതേപോലെ തന്നെ മിസ്റ്റർ സതീഷ് ചന്ദ്രൻ ശാലുവിന്റെ കേസുമായി ബന്ധപ്പെട്ട് ചോദിച്ചത് ജാമ്യപ്രശ്നത്തിൽ കൊണ്ടുപോയപ്പോൾ അവർക്ക് സ്വന്തമായിട്ട് കോടതിയോട് രഹസ്യമായി ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് കോടതിയിൽ നേരിട്ട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അതിനുള്ള നടപടികൾ സ്വീകരിക്കാതെ അവിടെ നിന്ന് മാറ്റിക്കൊണ്ടുപോകുവാൻ കാരണമെന്താണ് എന്നുള്ള നിലയിലും മുഖ്യമന്ത്രിയെയും ഗവൺമെന്റിന്റെ അനുയായികളെയും നിശിതമായി വിമർശിച്ചുകൊണ്ടുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളുമാണ്, ന്യായമായ സംശയങ്ങളുമാണ് കോടതി ചോദിച്ചിട്ടുള്ളത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ കാലത്രയും നടത്തിക്കൊണ്ടിരിക്കുന്ന സമരങ്ങളിൽ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന അതേ സംശയങ്ങളും ന്യായവാദങ്ങളുമാണ്. ബഹുമാനപ്പെട്ട കോടതി, രണ്ട് കോടതിയും ഒരേ സമയത്ത് തന്നെ ഗവൺമെന്റിന്റെയും മുഖ്യമന്ത്രിയുടെയും നയസമീപനങ്ങളെ ചോദ്യം ചെയ്തിട്ടുള്ളത്. ഈ പ്രശ്നത്തെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ മിസ്റ്റർ ഉമ്മൻചാണ്ടി പ്രതിപക്ഷ നേതാവായിരുന്ന കാലത്ത് അദ്ദേഹം മിസ്റ്റർ കരുണാകരനെതിരായി സ്വീകരിച്ചിട്ടുള്ള നടപടികൾ ആലോചിക്കുമ്പോൾ കരുണാകരനെ അധികാരത്തിൽ നിന്ന് തുരത്താൻ ഇതേപോലുള്ള തൊണ്ടി ന്യായങ്ങളല്ല, ന്യായമായ വാദങ്ങൾ തന്നെ ഉന്നയിച്ചുകൊണ്ട് രണ്ട് കേസിലും കോടതിയുടെ പരാമർശങ്ങളെ തുടർന്ന് കരുണാകരൻ രാജിവെച്ചു പോകേണ്ടി വന്ന കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ അധികാരത്തിൽ നിന്ന് ഇറക്കിവിട്ടത്. ആ ന്യായങ്ങൾ തന്നെ ഇപ്പോൾ മിസ്റ്റർ ഉമ്മൻചാണ്ടിയുടെ നേരെ തിരിഞ്ഞു കുത്തുകയാണ്. കരുണാകരന്റെ അതേ ധാർമ്മികതയുണ്ടെങ്കിൽ മുഖ്യമന്ത്രി കസേരയിൽ ചടഞ്ഞിരിക്കാൻ തുനിയാതെ ന്യായമായ നിലയിൽ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാൻ മിസ്റ്റർ ഉമ്മൻചാണ്ടി ശ്രമിക്കേണ്ടതാണ്. സരിതാ നായരും ജൊക്കനും കുറുക്കനും ഒക്കെയുള്ള ചില കുറെ അനുയായികൾ അവരുടെ പേരിൽ നടത്തിയിട്ടുള്ള കൊള്ളകൾ, അതേപോലെ കേരളത്തിലെ ജനങ്ങളെ ഗ്രനേഡെറിഞ്ഞും ജനപ്രതിനിധികളായ MLA-മാരെ കശാപ്പ് ചെയ്യുന്നതിന് പോലും മടിയില്ലാത്ത വിധത്തിലും പോലീസിനെ അടിച്ചുവിടുക, അങ്ങനെ സ്വന്തം അഴിമതി മറച്ചുവെക്കുവാൻ വേണ്ടി ജനങ്ങളെ ശിക്ഷിക്കുക, ജനപ്രതിനിധികളെ ശിക്ഷിക്കുക എന്ന നിലയിലേക്കാണ് ഉമ്മൻചാണ്ടി അധപ്പതിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ സമരം ഉമ്മൻചാണ്ടിയുടെ തെറ്റുകൾ തുറന്നു കാട്ടുന്നതിന് വേണ്ടി, ഉമ്മൻചാണ്ടിയെ യഥാർത്ഥത്തിൽ എവിടെയാണോ ഇരുത്തേണ്ടത് അവിടെ ഇരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ജനങ്ങളുടെ ന്യായമായ സമരത്തിന്റെ ഭാഗമാണ് ഇന്ന് തുടർച്ചയായി നടക്കുന്ന 24 മണിക്കൂർ സത്യഗ്രഹത്തിന്റെയും ആവശ്യമെന്ന് ഞാൻ പ്രത്യേകം പറയേണ്ടതായിട്ടില്ല. ഈ സമരത്തിൽ സഹായികളായി വന്നിട്ടുള്ള നിങ്ങൾക്കെല്ലാം തന്നെ അഭിവാദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ സമരം വിജയകരമായ നിലയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ സമരസഹാക്കൾക്ക് എല്ലാ വിജയങ്ങളും ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ ഉദ്ഘാടന പ്രസംഗം അവസാനിപ്പിക്കുന്നു. എല്ലാ വിജയങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു.